ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് പഴം വാങ്ങിച്ചുകൊണ്ട് സ്വാഗതം പറയുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ബ്രാറ്റിസ്ലാവയിലാണ്, സ്ലോവാക്കിയയുടെ തലസ്ഥാനം. ഞാനിവിടെ തണ്ണിമത്തൻ, പഴം, പിന്നെ എന്ത് വാങ്ങണമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. പഴമുണ്ട്. പഴത്തിന് 1 കിലോയ്ക്ക് ഇവിടെ 250 രൂപ അടുപ്പിച്ച് വരും. ഇതാകുമ്പം സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. എല്ലാം സെയിം പ്രൈസ് തന്നെയാണ്. ഇതിനും സെയിം പ്രൈസ് തന്നെയാണ്. ഇതിൽ 30% ഡിസ്കൗണ്ട് എന്ന് വെറുതെ കിടക്കുന്നതാണ്. ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തണ്ണിമത്തനും പഴവും പിന്നെ ഒരു യോഗട്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കഴിക്കണം. ഞാൻ പൊതുവേ പാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊതുവെ എത്തിക്കുകയാണെങ്കിൽ പാലും പിന്നെ നല്ല മ്യൂസ്ലി വല്ലതുമാണ്. അതൊക്കെ തീർന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ബ്രെഡ് ഇനിയിപ്പോൾ വാങ്ങണ്ട കേട്ടോ. രാവിലെ തന്നെ ഞാൻ ചില സമയത്ത് കോയിൻ എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കും. ഓക്കെ 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 താങ്ക് യു താങ്ക് യു. No 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 no. Bye bye. Ciao ciao. അയ്യോ, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ബ്രെഡെല്ലാം പൂത്തുപോയി. നമ്മുടെ ഫുഡ് റെഡിയായി. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിതിൻ്റെ ഇടയിൽ വീണ്ടും നീന്താനായിട്ട് വന്നിരിക്കുകയാണ്. മെക്ഡൊണാൾഡ്സിൽ ഇവിടെ വന്നിട്ട് നമ്മൾ വോയിസിൽ പറയണം. എന്നിട്ട് ടാഗ് കറക്കി 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 പോകുമ്പോൾ നമ്മുടെ സാധനം ഓൾറെഡി റെഡി ആയിട്ട് എത്തും കേട്ടോ. വീണ്ടും ഇതാ കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മുടെ ഒരു സ്ഥലത്തോട്ട് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആളുകൾ വരും. എന്താ ഇവിടെ എല്ലാം കുറേ പേര് സൺബാത്ത് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടോ. കുറേ പേര് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഒരു ഫാമിലി, ഒരു ജർമ്മൻ ഫാമിലി 2-3 ദിവസമായിട്ട് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ കുളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞാൻ സിറ്റിയിൽ പോയിട്ട് ബാക്കി രാത്രി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ പ്രാഗെന്ന് ബ്രാറ്റിസ്ലാവയുടെ സ്ലോവാക്കിയയുടെ തലസ്ഥാനമായിട്ടുള്ള ബ്രാറ്റിസ്ലാവയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാത്രിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സിറ്റിയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ നമ്മുടെ ഒരു മലയാളിയുടെ വീട്ടിലോട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റിയാസ് ബ്രോ എന്തുണ്ട്? ഇത് റിയാസ് ബ്രോ, ഇത് വൈഫ്, പേരെന്താ? അമി, ഇത് മോള്. ഹായ് ഹായ്. ഇന്നലെ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തി കേട്ടോ. ബ്രോനെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തി. പിന്നെ നമ്മുടെ ഹോസ്റ്റ് ആദരണീയായിട്ടുള്ള ഹോസ്റ്റ് ബിബി ബ്രോ. പിന്നെ ഇവിടെ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? പുതിയൊരാളുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇവിടുത്തെ യൂട്യൂബറാണ് കേട്ടോ. പേരെന്താ? യൂട്യൂബിന്റെ പേരെന്താ? മല്ലു ഇൻ സ്ലോവാക്കിയാണ് കേട്ടോ ഈ കാണുന്നത്. മല്ലു ഇൻ സ്ലോവാക്കിയ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി ഇന്നലെ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ബിരിയാണിയും പപ്പടവും, അടിപൊളി ഫുഡ്. ബ്രോ താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതാണ് കേട്ടോ എൻ്റെ ഫാന്. റിയാസിക്കായും കാട്ടി എൻ്റെ വലിയ ഫാനാണ് കേട്ടോ ഈ കാണാൻ, അല്ലേ? താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. സന്തോഷം. അടുത്ത ദിവസമായി, രാവിലെയാണ് കേട്ടോ ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇവിടെ ഏതോ ഒരു ഫീൽഡിനടുത്തായിട്ടാണ്, ഏതോ ഒരു വില്ലേജാണ്. ഈ കാണുന്നത് ചെക്കാണ്. ഞാൻ ഈ ചെക്കിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ദാണ്ടെ ഒരു വണ്ടിയിൽ നേരെ പോകുന്നത് നെതർലാൻഡ്സിലോട്ടാണ്. നെതർലാൻഡ്സിൽ കുറച്ച് ചുറ്റിക്കണ്ടിട്ട് ബെൽജിയത്തിലോട്ട് പോകുന്നു. ബെൽജിയത്തിൽ നിന്ന് നമുക്ക് കസ്റ്റമറിനെ വിളിച്ചുകൊണ്ട് ഒരു 5-6 ദിവസത്തേക്ക് നമ്മൾ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി ഒന്ന് കറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ഡ്രൈവറുണ്ട്, പിന്നെ നമ്മുടെ ബ്രോയും ഉണ്ട് കേട്ടോ. കാരണം പുള്ളിക്ക് ഒരു വണ്ടിയുടെ കമ്പനിയുണ്ട്. അവരുടെ ഒരു ട്രാവൽസിൻ്റെ ഒരു ബസ്സിൻ്റെയൊക്കെ കമ്പനിയുണ്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റമറിനെയും കൊണ്ട് പോകാനുള്ളൊരു പ്ലാനാണ്. യൂറോപ്പ് ട്രിപ്പിൻ്റെതാണ്. ഇതിൻ്റെ ഇടയിൽ വണ്ടിയിൽ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. വണ്ടിയിലൊരു ചെറിയ പണി. നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോലീസ് വണ്ടി വന്നു. പോലീസ് എന്നിട്ട് അവരുടെ വണ്ടിയിലൊരു വാർണിംഗ് സൈൻ പോലെ ഇടാൻ വേണ്ടിയുള്ള ഒരു ബോർഡൊക്കെ പൊങ്ങിയിട്ടുണ്ട്. പോലീസ് പറഞ്ഞു അതിൻ്റെ അകത്ത് ഇരിക്കണ്ട, ഇവിടെ വന്നിരിക്കാനും കേട്ടോ. പോലീസ് എടുത്തതോ സർവീസ് ടീമാണോ? വണ്ടി വന്ന് ഇടിക്കാതിരിക്കാനുള്ള ലൈറ്റിനെയൊക്കെ വിളിച്ചു. അപ്പോൾ പോലീസിന് ഇനി പോവാലോ. അസിസ്റ്റന്റ് വണ്ടിയാണ് കേട്ടോ.
പുള്ളി കോണൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നു സേഫ്റ്റിക്ക് വേണ്ടി. ആ പുള്ളി തന്നെ ഒരു കവറും എടുത്തതാ അവിടുത്തെ വേസ്റ്റ് എല്ലാം പറക്കുവാണ്. ആത്മാർത്ഥത ഉണ്ട് കേട്ടോ ഇവർക്കൊക്കെ. അങ്ങനെ നമ്മുടെ സർവീസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. സെയിം നമ്മളെ പോലത്തെ ഒരു വണ്ടി. പിന്നെ നമ്മുടെ വണ്ടി ഇതിൽ വലിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മുടെ റിക്കവറിക്ക് വേണ്ടി മറ്റൊരു റിക്കവറി വണ്ടി വന്നു. നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് നമ്മൾ വേറെ വണ്ടി വെച്ചിട്ടായിരിക്കും നെതർലാൻഡ് ഭാഗത്തോട്ട് പോകുന്നത്. എനിക്കിനി മിക്കാറും സമയമല്ല, ഞാൻ മിക്കാറും ഇവിടെ പോകും. ബ്രോ ഹായ്, പേരെന്താ? മഹേഷ്. ഇതാണ് കേട്ടോ മഹേഷ്. നൈസ് മീറ്റ് യു. ഇവിടെ റിക്കവറി വാന് കൊണ്ടുവന്നിട്ടതോ റോഡിന്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട്. ധാരണേ കൊണ്ടുവന്ന സ്ഥലം നോക്കിക്കേ വാന്. അങ്ങനെ തിരിച്ച് ബ്രാറ്റിസ്ലാവയിൽ വന്നു. നമ്മൾ വണ്ടി മാറ്റിയിട്ടുണ്ട്. കസ്റ്റമറിന് ഓൾറെഡി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ട്രിപ്പ്. അതുകൊണ്ട് മുൻകരുതലായിട്ട് നമ്മൾ ഓൾറെഡി 2 ദിവസം മുന്നേ പോയതാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്നു. പിന്നെ നമ്മൾ എന്തായാലും പുതിയ വേറെ വണ്ടി എടുത്തു. നമ്മൾ പോകാനായിട്ട് പോവാണ്. ബിബിൻ ബ്രോ റെഡിയല്ലേ? ഞാനും ബിബിൻ ബ്രോയൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് ചെയ്യുന്നത്. പുതിയ വണ്ടി എടുത്തല്ലേ? നമ്മൾ പുതിയ വണ്ടിയാണ് കേട്ടോ എടുത്തത്. ഇപ്പം 80 ലിറ്ററിന്റെ ടാങ്കാണ് കേട്ടോ. 80 ലിറ്ററിന്റെ ടാങ്ക് ഫുൾ അടിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിറിയൻ ബ്രോ. ബ്രോ സേ ഹായ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. സ്ലോവാക്യയിലൂടെ ഓസ്ട്രിയ വഴി ജർമ്മനി വഴി നമ്മൾ നേരെ പോകുന്നത് നെതർലാൻഡ്സിലോട്ടാണ് കേട്ടോ. പിന്നെ എല്ലാ കാറും വഴിയിലായി കയറ്റുവാണല്ലോ. ഇവിടെ റോഡിൽ എന്തോ ബ്ലോക്ക് ആകുമ്പോൾ കണ്ടില്ലേ, റോഡിൽ വണ്ടികളെല്ലാം 2 സൈഡായിട്ട് നിർത്തിയിരിക്കും കേട്ടോ. നടുക്കോടെ ഏതെങ്കിലും ആംബുലൻസോ എന്തെങ്കിലും പോകാൻ വേണ്ടിയാണ് എല്ലാവരും നടുക്ക് വണ്ടി മാറ്റി നിർത്തിയിട്ടേക്കും. ഇവൻ ഡെയിലി 4-5 സിഗരറ്റ് വലിക്കും കേട്ടോ. 4-5 അല്ല 10 വലിക്കും അല്ലേ? I think you will die very fast bro. Sorry bro. So 5 days trip. Very sad. Having 10 packs. എത്ര സിഗരറ്റ് വലിക്കുന്നത് നോക്കിയേ. 7, 8. കണ്ടില്ലേ, നടുക്ക് ഇങ്ങനെ വണ്ടി ഫ്രീ ആയിട്ട് ഇട്ടേക്കുമ്പോൾ ഇതുപോലെ പോലീസിനൊക്കെ സുഖമായിട്ട് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ടണലിന് എന്തോ പ്രശ്നമൊന്നും കേട്ടോ. അതുകൊണ്ട് ടണൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കിടന്നു. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം പോകാത്തത്. ഇപ്പോൾ പോലീസ് വന്നിട്ട് നമ്മളെ കോൺവേ പോലെ പോലീസ് ഫ്രണ്ടിലോട്ട് പോവാണ്. ടണൽ വല്ല പൊളിഞ്ഞ് വീണമെന്ന് തോന്നുന്നു. സത്യമല്ല, ഇന്ന് രാവിലെ കണ്ടതുപോലെ അടുത്ത പോലീസ്. ടണൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ജർമ്മൻ വായിക്കുന്നവരെ പറഞ്ഞു തരുക. ഇവിടുത്തെ ലൈറ്റ് വല്ലോ കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ എന്തോ. ഇവിടെ ഇവരെന്തൊക്കെയോ കോമഡി അടിച്ചിട്ട് അവരെന്നെ അങ്ങോട്ട് ചിരിക്കുവാണ് കേട്ടോ. ഇനിയും 10 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കോഫി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ജർമ്മനി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തോട്ട് നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് കടന്നു വന്നു. പൊതുവെ അങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ല. ഇവിടെ നിന്നാലും പോലീസ് ഇവിടെ കിടപ്പുണ്ട്. വെൽക്കം ടു ഡച്ച്ലാൻഡ്.